ശിവക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തരുടെ തിരക്ക് ഏറുകയാണ്. വിവിധ ശിവക്ഷേത്രങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു നമ്മൾ. ശിവരാത്രി പൂജകൾക്ക് എത്തുന്നവരുടെ സൗകര്യങ്ങൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളുമെല്ലാം വിവിധ ശിവക്ഷേത്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ ആഴിമല ശിവക്ഷേത്രത്തിൽ പോയി വന്നിരുന്നു. വീണ്ടും അവിടേക്ക് ഒന്നുകൂടി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഓരോ മണിക്കൂർ കഴിയുന്തോറും ക്ഷേത്രത്തിൽ തിരക്ക് കൂടി വരുന്നതാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇന്ന് അവിടെ തുടരുന്നവരും, ഈ ക്ഷേത്രത്തിൽ തുടരുന്നവരുമുണ്ടോ? പ്രത്യേക പൂജകളും മന്ത്രങ്ങളും ഒക്കെയായി അവിടെ തുടരുന്നവരുമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും വീണ, ഈ ക്ഷേത്രത്തിൽ തുടരുന്നവരുമുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 9 മണിക്ക് ശേഷമാണ് എത്രത്തോളം ആളുകൾ ഇവിടെ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഇരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സന്ധ്യാസമയമാണ്. ഇപ്പോൾ ഏതാണ്ട് 7 മണിയോട് അടുക്കുന്നതേ ഉള്ളൂ. ദീപാരാധനയൊക്കെ കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് മഹാശിവരാത്രി ആയതുകൊണ്ട് തന്നെ ദീപാരാധന തൊഴാൻ വരുന്നവരും അതോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനത്തിനായി വരുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ ഏതാണ്ട് 9 മണിയൊക്കെ കഴിയുമ്പോൾ അത്താഴപൂജയൊക്കെ കഴിയുന്ന സമയത്താണ് ഒരുപക്ഷെ ഈ ആളുകൾ ഇവിടെ ശിവരാത്രി വ്രതം ഇരിക്കുന്നത് എത്രത്തോളം ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എന്നാലും ആഴിമല ശിവക്ഷേത്രത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്രത്തിൽ ഒരു ഒത്തിരി ആളുകൾ, ഏതാണ്ട് നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇന്ന് മഹാശിവരാത്രിയോടനുബന്ധിച്ചിട്ട് KSRTC വിഴിഞ്ഞം ബസ് സ്റ്റേഷനിൽ നിന്നും അധിക സർവീസുകളൊക്കെ, സിറ്റി സർവീസുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആഴിമല ക്ഷേത്രത്തിലേക്ക് തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നും അധിക സിറ്റി സർവീസുകളൊക്കെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ എത്രത്തോളം ആളുകൾ ഇവിടെ വ്രതം അനുഷ്ഠിക്കാനായിട്ടിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് രാത്രി ഇവിടെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിന് താഴെ കലാപരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് വ്രതം ഇരിക്കാം, അത് കണ്ട് ഉറക്കമൊഴിഞ്ഞിരിക്കാം. അല്ലാത്തവർക്ക് ക്ഷേത്രത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ, അതായത് വ്രതം നോക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒത്തിരി വിദേശികളും ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ആരാധനാ രീതി അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ രീതിയൊക്കെ വളരെ സന്തോഷം നൽകുന്നതാണ്. അവരൊക്കെ ഇതിലൊക്കെ പങ്കെടുക്കാനായിട്ടുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ആഴിമല ശിവക്ഷേത്രത്തിൽ നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂജകളിലും അതോടൊപ്പം തന്നെ മറ്റ് ഇതിലൊക്കെ പങ്കെടുക്കാനായിട്ട്, അതായത് പരിപാടികളൊക്കെ പങ്കെടുക്കാനായിട്ട് ഒത്തിരി ആളുകൾ എത്തുന്നുണ്ട്. അവരുടെ ആഗ്രഹ സാഫലീകരണത്തിന് വേണ്ടിയിട്ട് ആഴിമല ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഗ്രഹ സാഫലീകരണത്തിന് നമശിവായ മന്ത്രങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള ഉരുവിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഞാനും ഒരെണ്ണം ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. 108 മന്ത്രങ്ങളാണ്, നമശിവായ മന്ത്രങ്ങളാണ് എഴുതേണ്ടത്. ഈ നമശിവായ മന്ത്രങ്ങൾ എഴുതിയതിനു ശേഷം ശിവപ്രതിഷ്ഠയ്ക്ക് സമീപമുള്ള ഒരു പ്രാർത്ഥനകളുമായി തുടരുകയാണ് ടിൻഡു അടക്കമുള്ള ഭക്തജനങ്ങൾ. ആഴിമല ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമുക്കിനി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകാം. കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, കടന്നുപോയ ശിവക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അഭൂതപൂർവമായ തിരക്കാണ്. ഇപ്പോൾ മിഥുന് പിറകിലും കാണാം വലിയ ഭക്തജന കൂട്ടം ഉള്ളത്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഏറ്റവും പുണ്യമായ ഒരു ദിവസം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് നിരവധി ശിവക്ഷേത്രങ്ങളിലേക്ക് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി പോലും എത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ വളരെ ഏറ്റവും പുണ്യം നിറഞ്ഞൊരു ദിവസമായി തന്നെ കരുതുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിലാണ്. നമുക്കറിയാം, ഏറ്റവും ശിവഭക്തർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള, എത്താൻ ഏറെ കൊതിക്കുന്ന ഒരിടമാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം എന്നുള്ളത്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ ശിവരാത്രി ആഘോഷങ്ങളുടെ ഓരോരോ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുറകിൽ ഇതാ ഗജവീരൻ നെറ്റിപ്പട്ടവുമെല്ലാം അണിഞ്ഞ്, അവരുടെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. ശ്രീവേലിക്കുള്ള കാഴ്ച ശ്രീബലിക്കുള്ള ഒരുക്കങ്ങളാണ്. അത് വൈകാതെ തന്നെ കാഴ്ച ശ്രീവേലിക്കും പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പും എല്ലാം തന്നെ ആരംഭിക്കും. ഇവിടെയുള്ള ഭക്തജനങ്ങൾക്കെല്ലാം ഭക്തിയുടെ ഒരു ആനന്ദ ലഹരിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരിക്കും അത്. അതേസമയം തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള മണ്ഡപത്തിൽ തിരുവരങ്ങിൽ കലാപ്രകടനങ്ങളും എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവിടെ അല്പസമയം മുമ്പ് വരെ ശാസ്ത്രീയ സംഗീതം നടക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ മറ്റ് ഒരുക്കങ്ങൾ, തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നു. ഒപ്പം വലിയ രീതിയിലുള്ള ഭക്തിജന തിരക്ക് തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലെല്ലാം തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഏറ്റുമാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. നാളെ ഉത്സവത്തിന് കൊടിയേറുകയാണ്. ഏറ്റുമാനൂർ ഉത്സവത്തിന് കൊടിയേറുകയാണ്. വളരെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള 7 പൊന്നാന ദർശനമടക്കം ഉൾപ്പെടുന്ന
ബൃഹത്തായിട്ടുള്ള 10 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഉത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഏറ്റുമാനൂർ. അതുകൊണ്ട് തന്നെ ഈ ഏറ്റുമാനൂർ ഉത്സവത്തിന് കൊടിയേറുന്നതിൻ്റെ തൊട്ടു തലേന്ന് തന്നെ ശിവരാത്രി മഹോത്സവം കൂടി എത്തിയത് ഭക്തർക്ക് ഒരു ഇരട്ടി സന്തോഷം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റുമാനൂരിലെ ഈ തട്ടകത്തിലുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ശിവരാത്രി ദിനത്തിൽ. ഒപ്പം തന്നെ വരുന്ന ഓരോ ദിവസവും ഏറ്റുമാനൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആഘോഷപ്രദമായിരിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഴര പൊന്നാന ദർശനം എന്ന് പറയുന്നത് വളരെ ഏറെ പുണ്യമായി കരുതുന്നു. സായുജ്യം വലിയ ഭക്തജനങ്ങൾക്ക് വളരെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ചടങ്ങാണ് ഏഴര പൊന്നാന ദർശനവും. അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ദിവസവും ഉത്സവത്തിൻ്റെതായിട്ടുള്ള ഓരോ ദിവസവും നടക്കുന്ന ചടങ്ങുകൾ. ഇപ്പോൾ എനിക്കൊരു കൗതുകം എല്ലാ ശിവക്ഷേത്രങ്ങളും ഉണ്ടാകുന്നത് ഒന്ന് തന്നെയാണ്. ഇവിടെ എനിക്ക് തൊട്ട് മുമ്പിലിരിക്കുന്ന അമ്മമാരും കുട്ടികളും എല്ലാം തന്നെ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പേപ്പറുകളിൽ. ഇവരിനി അമ്മ ഇതിങ്ങനെ എന്താണ് ഈ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമാണോ? അതെ അതെ അതെ. എന്താണ് ഇങ്ങനെ ഈ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ? ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ നോയമ്പെടുത്ത് ഇവിടെ വന്ന് ഓം നമഃ ശിവായ എഴുതുന്നതാണ്. എല്ലാ വർഷവും നോയമ്പെടുത്ത് വന്ന് എഴുതുന്നതാണ്. എത്ര തവണ എഴുതും? അതങ്ങനെയില്ല, നമുക്ക് ഇഷ്ടമുള്ള തവണ വരെ എഴുതാം. രാവിലെ ഇരിക്കുന്നതാണ്? അല്ല, ഉച്ച കഴിഞ്ഞ് വന്നതാണ്. ശിവരാത്രി വ്രതത്തിന്റെ ഒരു ഭാഗമാണ്. അതെ 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 അതെ. എന്തായാലും ഇങ്ങനെ ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ ചുറ്റും നമുക്കിങ്ങനെ കാണാൻ കഴിയും. അമ്മമാരും കുട്ടികളും എല്ലാം തന്നെ ഇരുന്ന് ചെറിയ പേപ്പറുകളിലെല്ലാം തന്നെ ഇവിടെ തന്നെ ചെറിയ പേപ്പറുകളെല്ലാം ഇതിനു വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പേപ്പറുകൾ തികയാതെ വരും. കാരണം രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്ന് ഈ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഇങ്ങനെ കുറിച്ച് അതും നമുക്കറിയാം ഈ ശിവരാത്രി ദിനാഘോഷം ഈ വ്രതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് വ്രതം എന്ന് പറയുന്നത് പൂർണ്ണ സമയവും ശിവനെ മാത്രം സ്തുതിച്ചുകൊണ്ട് ശിവമന്ത്രങ്ങൾ ഒരുമിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരു കാര്യം കൂടി നടക്കുന്നു. അത്തരത്തിൽ വിശദമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ ബൃഹത്തായിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയാണ് ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഓരോ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ ശയന പ്രദർശനം അടക്കം നടക്കുകയുണ്ടായി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഘോഷങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ.